തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിക്കപ്പെട്ടുവെന്ന വിധി കേട്ടിട്ടും കൂസലില്ലാതെ ചിരിച്ചുകൊണ്ടാണ് കോടതി വളപ്പിലേക്ക് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി വന്നത്. മുൻപ് 2 കേസുകളിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ ആത്മവിശ്വാസത്തിലായിരുന്ന രാഹുലിന് 3ാം പരാതിയിലാണ് ഗുരുതരമായ നിയമക്കുരുക്ക് വീണത്. വാദപ്രതിവാദങ്ങളുടെ അവസാന ഘട്ടത്തിൽ പരാതിക്കാരി നടത്തിയ നീക്കം രാഹുലിന്റെയും പ്രതിഭാഗം അഭിഭാഷകന്റെയും കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തകർത്തു എന്ന് തന്നെ പറയണം. പരാതിക്കാരുടെ മൊഴിയിൽ ഒപ്പില്ല, മെഡിക്കൽ പരിശോധന നടത്തിയിട്ടില്ല, ബാഹ്യ സമ്മർദ്ദം ഉണ്ടായി തുടങ്ങിയ പ്രതിഭാഗവാദങ്ങൾ കോടതി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഡിജിറ്റൽ ഒപ്പ് നിയമപരമായി സാധുവാണെന്നും പരാതിക്കാരി നേരിട്ട് കോടതിക്ക് ഇമെയിൽ അയച്ച് മൊഴിയുടെ വിശ്വാസ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോടതി വ്യക്തമാക്കി. അറസ്റ്റ് നിയമപരമാണെന്നും അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. വിധി പകർപ്പിലെ നിർണായക പരാമർശങ്ങൾ രാഹുലിന് കടുത്ത തിരിച്ചടിയാകുന്നവയാണ്. പ്രതിക്കെതിരായ പരാതി ഗുരുതരമാണെന്നും മുൻകാല പശ്ചാത്തലം കോടതി പരിഗണിക്കുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ടെന്ന് കോടതി തുറന്നടിച്ചു. ബലാത്സംഗ കുറ്റത്തിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും ഉഭയസമ്മത ബന്ധമായിരുന്നുവെന്ന വാദം നിലനിൽക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. അതിജീവതിയെ ഹോട്ടൽ മുറിയെടുക്കാൻ നിർബന്ധിച്ചുവെന്നും ജാമ്യം ലഭിച്ചാൽ അതിജീവതിയുടെ തിരിച്ചറിയൽ പുറത്തുവിടാൻ സാധ്യതയുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലായതിനാൽ ജാമ്യം അന്വേഷണത്തെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതി നിഷ്കളങ്കനല്ല എന്ന കോടതി പരാമർശം രാഹുൽ മാങ്കൂട്ടത്തിലിന് മുന്നിലുള്ള നിയമപാത എത്ര അപകടകരമാണെന്ന് വ്യക്തമാക്കുന്നതാണ്. പ്രോസിക്യൂഷൻ വാദം കോടതിയിൽ അത്യന്തം ശക്തമായിരുന്നു. കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും രാഹുലിന്റെ സൈബർ ശിങ്കിടികൾ അതിജീവിതമാരെ ഭീഷണിപ്പെടുത്തിയതായി പ്രോസിക്യൂഷൻ കോടതി അറിയിച്ചു. അതിജീവിതയുടെ തിരിച്ചറിയൽ വെളിപ്പെടുത്തുന്ന പോസ്റ്റുകളും കൊലവിളികളും കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കസ്റ്റഡിയിൽ ഇരിക്കുമ്പോഴും ഭീഷണിപ്പെടുത്താൻ കഴിവുള്ളയാൾ പുറത്തു വന്നാൽ എന്തും ചെയ്യാൻ സാധ്യതയില്ലേ എന്ന ചോദ്യം കോടതി ഗൗരവത്തോടെ പരിഗണിച്ചു. ഫോൺ പാസ്വേഡ് നൽകാതെയും ചോദ്യം ചെയ്യലിനിടെ പോലീസിനെ പരിഹസിച്ചും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമിച്ചുവെന്ന വാദവും കോടതി മുഖവിലക്കെടുത്തു. ഒരു ജനപ്രതിനിധിയിൽ നിന്ന് പ്രതീക്ഷിക്കാനാവാത്ത പെരുമാറ്റമാണ് ഉണ്ടായതെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി തള്ളിയില്ല. അതേസമയം ജാമ്യം നിഷേധിക്കപ്പെട്ടതോടെ അടൂരിലെ വീട്ടിൽ രാഹുലിന്റെ അമ്മ തളർന്നു വീണു. അമ്മയും സഹോദരിയും സൈബർ ആക്രമണത്തിന് ഇരയാകുന്നതായും പരാതി ഉയർന്നു. രാഹുൽ കുറ്റക്കാരനാണെങ്കിൽ നിയമം ശിക്ഷിക്കട്ടെ, പക്ഷേ കുടുംബത്തെ വേട്ടയാടുന്നത് നീതിയല്ലെന്ന ചോദ്യം ശക്തമായി ഉയർന്നു. ഈ നിയമക്കുരുക്കൾക്കും നടുവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി വളപ്പിൽ ചിരിച്ചുകൊണ്ടിറങ്ങിയത്. കോടതി മുറിക്കുള്ളിൽ നടന്നത് രാഹുലിന് അനുകൂലമായ ഒന്നുമായിരുന്നില്ല. വിധി പകർപ്പിലെ ഓരോ വരിയും പരിശോധിക്കുമ്പോൾ ഈ കേസ് ഒരു രാഷ്ട്രീയ വിവാദമല്ല, മറിച്ച് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ ചോദ്യം ചെയ്യുന്ന ഗുരുതരമായ നിയമ പ്രതിസന്ധിയാണെന്ന് വ്യക്തമാണ്. മുൻപ് രക്ഷയായ വഴികളൊക്കെ അടച്ചുപൂട്ടിയിരിക്കുകയാണ് 3ാമത്തെ പരാതി. അവശേഷിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രം: രാഹുലിന്റെ ചിരി വരാനിരിക്കുന്ന നിയമയുദ്ധങ്ങളെ അതിജീവിക്കുമോ എന്നത് മാത്രമാണത്.